നമസ്കാരം. കേരളത്തിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണ വിജയനുമെല്ലാം ഇത്രയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സമയത്ത്, അതായത് CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന 1,72,00,000 രൂപയുടെ അഴിമതി അല്ലെങ്കിൽ മാസപ്പടി വിവാദത്തിൽ വീണ വിജയനെതിരെ ED അന്വേഷണം നടക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ CPM പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പിണറായി വിജയനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന എല്ലാവരും ഈ വിഷയത്തിൽ നൊമ്പരപ്പെട്ട് അല്ലെങ്കിൽ അസ്വസ്ഥരായി ഓടി നടക്കുമ്പോൾ ഒരാളെ മാത്രം നമ്മൾ എവിടെയും കാണുന്നില്ല. അത് വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായിരുന്ന മുഹമ്മദ് റിയാസ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മുൻപും എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദം ഉയർന്നു വന്നപ്പോൾ മുഹമ്മദ് റിയാസിനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അക്കാര്യങ്ങളിലെല്ലാം പാർട്ടി മറുപടി പറയും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ കുറിച്ചല്ല അന്ന് മാധ്യമങ്ങൾ മുഹമ്മദ് റിയാസിനോട് ചോദിച്ചത്. വീണ വിജയനാവട്ടെ CPM-ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലോ അംഗത്വം എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ, കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളെ കുറിച്ച്, തന്റെ ഭാര്യയായ വീണയെ കുറിച്ചുള്ള അഴിമതി ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് അതിന് പാർട്ടി മറുപടി പറയും എന്നുള്ളത്. ഇന്നിപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റാന്വേഷണം ആ വിഷയത്തിൽ കഴിഞ്ഞു. അവർ ED കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. വീണ CMRL എന്ന കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള വീണയുടെ മൊഴി ആ കുറ്റപത്രത്തിലുണ്ട്. CMRL-നെയും ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയിൽ നിന്നും തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും ലഭിച്ചിട്ടില്ല എന്ന് അവരും മൊഴി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ല ഈ പണമിടപാട് നടന്നിരിക്കുന്നത്. അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ അച്ഛനിൽ നിന്ന് വഴിവിട്ട് ചില സഹായങ്ങൾ കരിമണൽ ഖനന കമ്പനിയായ CMRL ലഭിച്ചതിന്റെ പേരിൽ പാരിതോഷികമായി മകൾക്ക് മാസപ്പടി നൽകിയതാണ്, അല്ലെങ്കിൽ അച്ഛന് നൽകിയ കൈക്കൂലി മകളുടെ അക്കൗണ്ടിലൂടെ നൽകിയതാണ് എന്നുള്ളതാണ് നിയമപരമായ അതിന്റെ ഭാഷ്യം. ഈ വിഷയത്തിൽ ED അന്വേഷണം നടക്കുകയും കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്ത് ബേക്കറി മുക്കിലുള്ള വീട്ടിൽ വീണ താമസിക്കുന്ന ഇടത്ത് ED റെയ്ഡ് നടത്തുകയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ കോട്ടൂളിയിലുള്ള തറവാട്ട് വീട്ടിലും പിണറായിയിലുള്ള വീട്ടിലുമെല്ലാം ED റെയ്ഡ് നടത്തുകയുണ്ടായി. എന്നാൽ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ വീണയെ ED റെയ്ഡ് നടത്തുന്ന സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അവരിൽ നിന്നും അവരുടെ ഫോണും അടക്കം, അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കുകൾ അടക്കം, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിരവധി വിലപ്പെട്ട രേഖകൾ പിടിച്ചുകൊണ്ടുപോയി വീണയുടെ 18 കോടി രൂപയുടെ നിക്ഷേപം കണ്ടുകെട്ടുകയും ചെയ്തതായുള്ള സംഭവങ്ങൾ ജനം പുറത്തറിഞ്ഞു. അതിനുശേഷം ED ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ മുൻ മന്ത്രിമാരടക്കമുള്ള CPM-ന്റെ സകല നേതാക്കളും അണികളും പ്രവർത്തകരും ചേർന്ന് ED-യെ പ്രതിരോധിക്കുകയും ED-യെ കയ്യേറ്റം ചെയ്യുന്നതുമായ കാഴ്ച കണ്ടു. ED സഞ്ചരിച്ചിരുന്ന കാറ് തല്ലിപ്പൊട്ടിച്ചു. ആ കാറിന്റെ ചില്ലിൽ കണ്ണിൽ തറഞ്ഞു കയറി ED-യുടെ ഡ്രൈവർക്ക് പരിക്ക് പറ്റി. ED-ക്കെതിരെ വധശ്രമത്തിന് തന്നെയാണ് അന്ന് പോലീസ് കേസെടുത്തത്. 26 പേരെ ജയിലിൽ അടച്ചിരിക്കുന്നു. കണ്ടാൽ അറിയാവുന്ന 300 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇന്നിപ്പോൾ 12-ാം തീയതി, അതായത് ഇന്ന് വെള്ളിയാഴ്ച 12-ാം തീയതി വീണ വിജയനോട് ED കോടതിയിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ട് ED സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ സമൻസിന് മറുപടിയായി ഈ വീണ ഒരു ഇമെയിൽ അയച്ചിരിക്കുന്നു. എനിക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ ഹാജരാകാൻ സാധിക്കില്ല, യാത്ര ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് മറ്റൊരു അവധിയിലേക്ക് വരാം, അല്ലെങ്കിൽ എൻ്റെ അഭിഭാഷകർ വിടാം, നിങ്ങൾക്ക് ആവശ്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തരാനും തെളിവുകൾ ഹാജരാക്കാനും അഭിഭാഷകർ തയ്യാറാണ് എന്നാണ് വീണ ED-യെ ഇമെയിൽ വഴി അറിയിച്ചത്. എന്നാൽ ED ഇതിന് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും നൽകിയിട്ടില്ല. ഒരുപക്ഷെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിക്കുമ്പോൾ അസുഖമാണ് എന്നുള്ള ഒരു മാനുഷിക പരിഗണന മാനിച്ചുകൊണ്ട് ED അക്കാര്യത്തിൽ ഒരു അവധി കൂടി കൊടുത്തേക്കാം. എന്നാൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ അടുത്ത ആഴ്ച ഏതെങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വീണ്ടും സമൻസ് അയച്ചു വരുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിലാണ് മുഹമ്മദ് റിയാസ് എവിടെ പോയി എന്നുള്ള ചോദ്യം വരുന്നത്. വീണയ്ക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് CPM-ന്റെ മുൻ മന്ത്രിമാരും പ്രവർത്തകരും അണികളുമെല്ലാം തെരുവിലിറങ്ങുമ്പോൾ വീണയെ പ്രതിരോധിക്കേണ്ട അല്ലെങ്കിൽ വീണയുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും ഉയരുന്ന ചർച്ചകൾ. മുൻപും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ മുഹമ്മദ് റിയാസ് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു.
കാരണം അന്ന് പാർട്ടി പറയും ഇതിന് മറുപടി എന്നാണ് പറയുന്നത്. പാർട്ടിയുടെ പ്രവർത്തകയല്ലാത്ത തന്റെ ഭാര്യയുടെ പേരിൽ ഉയർന്നു വന്ന അഴിമതി കേസിനെ കുറിച്ച് മുഹമ്മദ് റിയാസ് എന്ന ഭർത്താവിനോട് ചോദിക്കുമ്പോൾ, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ, മുൻ ടൂറിസം വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു പാർട്ടി ഇതിന് മറുപടി പറയും എന്നുള്ളതാണ്. എന്നാൽ EDയുടെ റെയ്ഡിന് ശേഷവും മുഹമ്മദ് റിയാസിനെ എവിടെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിൽ മുഹമ്മദ് റിയാസ് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പേരിന് എന്തോ ഒരു പ്രതികരണം നടത്തി മുഹമ്മദ് റിയാസ് മറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തന്നെയാണ് കേരളമെമ്പാടും ചർച്ച ചെയ്യുന്നത്. മുഹമ്മദ് റിയാസ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. എന്തായാലും തന്റെ ഭാര്യയായ വീണ ടി ഇത്രയും അധികം പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് എവിടെ പോയി എന്നുള്ളത് ചോദ്യം തന്നെയാണ്. മുഹമ്മദ് റിയാസ് ആദ്യം വിവാഹം ചെയ്തതിൽ ഉണ്ടായ കുട്ടികളെയും ഭാര്യയെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ പുനർവിവാഹം കഴിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തിൽ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മുഹമ്മദ് റിയാസും വീണയെ കൈവിട്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലെമ്പാടും ഉയരുന്ന ചോദ്യങ്ങൾ. എന്തായാലും അതിന് വരും ദിവസങ്ങളിൽ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.